2026 2020 ലോകകപ്പ് വിജയത്തിന്റെ ആവേശം ഇനി IPL-ലേക്ക് കടക്കാനൊരുങ്ങുകയാണ്. 2008 ആരംഭിച്ച IPL 19 സീസണിലേക്ക് കടക്കുമ്പോഴും ആവേശത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ഏതാനും IPL സീസണിലെ എന്ന പോലെ ഇത്തവണയും ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണും കാതും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സൂപ്പർ താരമായ മഹേന്ദ്ര സിംഗ് ധോണിയിലേക്കാണ്. എന്നാൽ ധോണിയിലേക്ക് മാത്രമാകില്ല ചെന്നൈ ആരാധകരുടെ കണ്ണെത്തുക. രാജസ്ഥാൻ റോയൽസ് വിട്ടെത്തിയ മലയാളി താരം സഞ്ജു സാംസൺ ആയിരിക്കും ചെന്നൈ നിരയിലെ ഇത്തവണത്തെ ശ്രദ്ധാകേന്ദ്രം. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് 6 വർഷം പിന്നിടുന്ന ധോണി ചെന്നൈക്കായി ഇത്തവണയും പാടുകിട്ടുമ്പോൾ ലക്ഷ്യം IPL കിരീടമാണ്. തുടർച്ചയായി 2 തവണ IPL പ്ലേ ഓഫ് കാണാതെ പുറത്തായ ചെന്നൈ ടീമിനെ കിരീടത്തിലേക്ക് എത്തിച്ച ശേഷം IPL മതിയാക്കുകയായിരിക്കും ധോണി ലക്ഷ്യമിടുന്നത്. അതിനായുള്ള തന്ത്രങ്ങൾ ധോണിയുടെ ആശീർവാദത്തോടെ ചെന്നൈ മാനേജ്മെന്റ് നടത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു സഞ്ജു സാംസണിന്റെ ചെന്നൈ ടീമിലേക്കുള്ള എൻട്രി. രാജസ്ഥാൻ റോയൽസ് വിട്ടെത്തുന്ന സഞ്ജു രാജ്യകമേ തന്നെയാണ് മഞ്ഞപ്പടയിലേക്ക് എത്തുന്നത്. 2020 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടം ചൂടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശേഷമാണ് സഞ്ജു ചെന്നൈ നിരയിലേക്ക് എത്തുന്നത്. ധോണി പടിയിറങ്ങുന്ന പക്ഷം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജു എത്തുമെന്ന കാര്യത്തിൽ ആർക്കും വലിയ സംശയമുണ്ടാകില്ല. ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റന്റെ കുപ്പായം ഋതുരാജ് ഗെയ്ക്വാദിന്റെ പക്കലാണെങ്കിലും നിർണായക തീരുമാനങ്ങൾ ധോണിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഈ സീസണിൽ ധോണി എന്തൊക്കെ മാജിക്കാവും ചെന്നൈയിൽ സജ്ജമാക്കിയിരിക്കുന്നതെന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. സഞ്ജുവിന്റെ സാന്നിധ്യത്തിൽ ചെന്നൈ ടീമിൽ ധോണിയുടെ റോളിനെ കുറിച്ച് ആരാധകർ തലവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ധോണി ഈ സീസണിൽ ഇമ്പാക്ട് പ്ലെയറായി കളത്തിലിറങ്ങാനാണ് കൂടുതൽ സാധ്യതയെന്ന് പറയുമ്പോഴും അപ്രതീക്ഷിത തീരുമാനങ്ങൾ സ്വീകരിക്കുന്ന ധോണിയുടെ നീക്കം എന്താകുമെന്ന കാര്യം കണ്ടറിയണം. ചെപ്പോക്കിലെ ഹോം മത്സരങ്ങളിലടക്കം 19 സീസണിലെ ഭൂരിഭാഗം മത്സരങ്ങളിലും ധോണി ഇറങ്ങുമെന്ന ഉറപ്പ് സീസണിന് മുൻപ് ടീം മാനേജ്മെന്റ് ആരാധകർക്ക് നൽകിക്കഴിഞ്ഞു. ഈ സീസണിലുടനീളം ധോണി ടീമിനായി കളിക്കുമെന്ന് CSK ചീഫ് എക്സിക്യൂട്ടീവ് കാശി വിശ്വനാഥൻ പറഞ്ഞിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ധോണി എല്ലാ മത്സരങ്ങളിലും കളിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതോടെ ധോണിക്കൊപ്പം സഞ്ജുവിനെ കാണാൻ സാധിക്കുമെന്ന സന്തോഷം ചെന്നൈ ആരാധകർക്കും മലയാളികൾക്കുമുണ്ട്. വിക്കറ്റിന് പിന്നിൽ ധോണി തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഫീൽഡറുടെ റോളിലാകും സഞ്ജുവിനെ കാണാനാകുക. ഓപ്പണറുടെ റോളിൽ സഞ്ജു എത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഉർവിൽ പട്ടേൽ അല്ലെങ്കിൽ ആയുഷ് മാത്രയാകും സഞ്ജുവിനൊപ്പം ക്രീസിലെത്തുക. മൂന്നാമനായി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് എത്തുമ്പോൾ 4ാം നമ്പറിൽ ഡെവാൾ ബ്രവിസ് എത്തും. മധ്യനിരയിൽ 5ാമനായി സർഫറാസ് ഖാനും 6ാം നമ്പറിൽ വെടിക്കെട്ട് താരം ശിവൻ ദുബെയും എത്തുമ്പോൾ 7ാം നമ്പറിലാണ് ആരാധകരുടെ സ്വന്തം ധോണി എത്തുക. സഞ്ജുവിനെ സംബന്ധിച്ച് ചെന്നൈയിലേക്കുള്ള അരങ്ങേറ്റം നിർണായകമാണ്. മികച്ച പ്രകടനം പുറത്തെടുത്താൽ ക്യാപ്റ്റന്റെ കുപ്പായം ഗെയ്ക്വാദിൽ നിന്ന് ഈസിയായി ഇങ്ങു പോരും. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വിനാശകരമായ ഫിനിഷർമാരിൽ ഒരാളായ ധോണി ഈ സീസണിൽ ഇമ്പാക്ട് പ്ലെയറായി കളത്തിലിറങ്ങാനാണ് കൂടുതൽ സാധ്യത റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും ഈ നീക്കത്തെ തള്ളിക്കളയുകയാണ് ചേതേശ്വർ പൂജാര. ധോണി 8ാം സ്ഥാനത്തോ 9ാം സ്ഥാനത്തോ ബാറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് മത്സരങ്ങൾ തിരിച്ചുവിടാനുള്ള കഴിവുണ്ട്. CSK ടീമിലെ മറ്റൊരു ബാറ്റ്സ്മാനും ചെയ്യാൻ കഴിയാത്തത് മഹിബായിക്ക് സാധിക്കും. അദ്ദേഹം 5-10 പന്തുകൾ മാത്രം ബാറ്റ് ചെയ്താൽ പലതും സാധ്യമാകും. 25 അല്ലെങ്കിൽ 30 പന്തുകൾ കളിച്ചാൽ മഹിബായിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സങ്കല്പിക്കുക എന്നായിരുന്നു ജിയോ ഹോട്ട്സ്റ്റാറിൽ സംസാരിക്കുമ്പോൾ പുജാര പറഞ്ഞത്. CSKയുടെ ഡ്രസ്സിംഗ് റൂം സംസ്കാരം എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെ കളിക്കാർ വളരെ ആത്മവിശ്വാസത്തിലായിരിക്കും. അതൊരു കുടുംബം പോലെയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കളിക്കാരൻ എന്ന നിലയിൽ ടീം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിൽ വ്യക്തതയുണ്ടെന്ന് പുജാര പറഞ്ഞു. എന്തായാലും ഈ സീസണിൽ ധോണിക്കൊപ്പം മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജുവിനെ കാണാനാകുമെന്ന സന്തോഷത്തിലാണ് ആരാധകർ. ധോണിയുടെ ഭാഗത്തു നിന്നും കടുത്ത തീരുമാനമുണ്ടായാലും സഞ്ജുവിന്റെ കൈകളിലേക്ക് ടീം എത്തിയേക്കാവുന്ന ആത്മവിശ്വാസം ചെന്നൈ ആരാധകർക്കുണ്ട്.